വെൽക്കം ബാക്ക് ടു റമേസ് ഈറ്ററി. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂരപ്പമാണ്. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്, മാത്രമല്ല കഴിക്കാനും അടിപൊളിയാട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് പച്ചരി 3 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഒരു മിനിമം നമ്മളൊരു 3 മണിക്കൂറെങ്കിലും പച്ചരി കുതിർത്ത് വെക്കണം. നന്നായിട്ട് അരി ഇതുപോലെ കുതിർന്ന് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കണ്ണൂരപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വേവിച്ച അരിയാണ്. അപ്പം നല്ല വൈറ്റ് കളറുള്ള അരി തന്നെ എടുക്കണം. നമ്മൾ കുത്തിരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അപ്പത്തിന് നല്ല നിറം ഉണ്ടാവില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വെള്ള നിറത്തിലുള്ള അരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അരിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പോളം മൈദ വേണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഏലക്കായും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂണോളം ഈസ്റ്റും കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ സോഡാപ്പൊടി ഉപയോഗിക്കാം. അപ്പോൾ സോഡാപ്പൊടി എപ്പോഴാണ് ചേർക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോഴല്ല നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, എന്നാലും ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ദോശമാവിൻ്റെ പോലെ ഒരുപാട് തിക്കാവണ്ട, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും, മാത്രമല്ല നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇപ്പോൾ തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ആയി കിട്ടും. ഇപ്പോൾ ഈസ്റ്റ് നല്ലതാണെങ്കിൽ 1 മണിക്കൂറിനകത്ത് തന്നെ ആയി കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ മാവ് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചതിനേക്കാളും നന്നായിട്ട് പൊങ്ങി നല്ലോണം വന്നിട്ടുണ്ട് മാവ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സോഡാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മാവ് ഇതുപോലെ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ചുടുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലൂടെ ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ബാറ്റർ റെഡിയാണ്. നമുക്കിനിത് ചുട്ടെടുക്കാം. ഇതിപ്പോൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാക്കിയതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു ഓർഡർ ഓർത്തിരിക്കണേ, എന്നാലേ ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മളിട്ട അതേ ഓർഡറിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിടാനായിട്ട് നമ്മൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് കളർ മാറിപ്പോവും, കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലും ഭംഗിയിലും കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ആ ഒരു സൈഡ് ബാക്ക് സൈഡ് നല്ല വൈറ്റ്, മറ്റേ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതായിട്ട് ഒരു സൈഡ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ കണ്ടോ? ഇതിപ്പോൾ ഞാൻ എടുക്കുകയാണേ. അപ്പോൾ ആദ്യത്തെ ബാച്ച് കണ്ണൂരപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്യൂട്ടല്ലേ. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു അളവിൽ നിന്ന് ഒരു 35-40 എണ്ണം വരെ എടുക്കാനായിട്ട് പറ്റും. മുകളിൽ വൈറ്റും താഴെ ഒരു ബ്രൗണും കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.